ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ആശ്രമത്തിനടുത്തുള്ള ആമശ്ശേരി പള്ളിയിലായിരുന്നു കുർബാന. കുർബാനയ്ക്കിടയിൽ വായന സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പള്ളിയിലുള്ള എല്ലാവരെയും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാളി നോക്കി. അധികം ആൾക്കാരൊന്നുമില്ല പള്ളിയിൽ. പള്ളിയിലുള്ളതിലധികം പേരും കോൺവെന്റ് സിസ്റ്റേഴ്സാണ്, അടുത്തുള്ള കോൺവെന്റ് സിസ്റ്റേഴ്സാണ്. ഏറ്റവും ഫ്രണ്ടിൽ ഒരു പൊടിക്കാച്ചി, അവൾക്കൊരു 5 വയസ്സേ ഉണ്ടാവുള്ളൂ. അവളിരുന്ന് ഉറക്കം തൂങ്ങാണ്. അവൾക്കിങ്ങനെ കണ്ണ് തുറന്നു പിടിക്കാൻ അവൾ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി കഷ്ടപ്പെടുകയാണ്. ഈ തന്നോട് തന്നെ യുദ്ധം ചെയ്യാന്നൊക്കെ പറയില്ല, ആ അവസ്ഥയിലാണ് അവളിരിക്കണേ. അവളിങ്ങനെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോണു, ഇങ്ങനെ നേരെ വരും, പിന്നെ മുന്നോട്ട് പോകും, ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഞാൻ ഒന്നും കൂടെ ആ പള്ളിയിൽ ശ്രദ്ധിച്ചു നോക്കി. അവളുടെ പ്രായത്തിൽ ആരും തന്നെ ആ പള്ളിയിൽ വന്നിട്ടില്ല. എനിക്കൊന്ന് അപ്പൻ്റെ അമ്മയുടെ ആരുടെ കൂടെ പള്ളി വന്നതാണ്. നല്ല മഞ്ഞുണ്ട്, വേണേ കിടന്ന് ഉറങ്ങാം. പക്ഷെ എന്നിട്ടും അവൾ പള്ളിയിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് അനുഭവമാകുന്നത് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടും ദൈവത്തിന് വേണ്ടിയിട്ടും എടുക്കുന്ന പ്രയത്നങ്ങൾ കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെടുക്കുന്ന എഫേർട്ടാണ് ക്രിസ്മസിനെ അർത്ഥമുള്ളതാക്കുന്നതും അനുഭവമുള്ളതാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുക്കത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. എന്താണ് ഒരുക്കം? ദൈവത്തിന് വേണ്ടി ഒരുവൻ എടുക്കുന്ന എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരുക്കമെന്നുള്ളത്. നമ്മൾ ത്യാഗമെന്നൊക്കെ നമ്മൾ പറയില്ലേ, ത്യാഗത്തെ ധ്യാനിച്ച് എവിടേക്കോ ഈ ത്യാഗത്തിന് ഒരു വേദനയുടെ എലമെന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ത്യാഗമെന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടും എടുക്കുന്ന ശ്രമങ്ങളാണ് ത്യാഗം എന്ന് പറയേണ്ടത്. ക്രിസ്മസിന് നമുക്കുണ്ടാവേണ്ടതും ഇത്തരം ചില ത്യാഗങ്ങളാണ്. അത് വേദന അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ എന്നതിനപ്പുറത്ത് ഇത്രയും കൂടെയൊക്കെ എന്താണ് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യുക എന്നുള്ളത്. ആ കുഞ്ഞെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അത് തന്നെയാണ്. അവളെടുത്ത ഒരു എഫേർട്ട്, അതിൽ ത്യാഗമുണ്ട്. ശരിക്കും സന്തോഷത്തോടും സ്നേഹത്തോടും എടുക്കുന്ന എഫേർട്ടാണത്. ഈ ക്രിസ്മസിന് നമുക്കുണ്ടാവേണ്ടതും ഇത് തന്നെയല്ലേ. നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം, അല്ലെങ്കിൽ നമ്മൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നോമ്പിൻ്റെ ഭാഗമാക്കേണ്ടതും ഇത് തന്നെയല്ലേ. ക്രിസ്മസിന് വേണ്ടിയിട്ട് ചില എക്സ്ട്രാ എഫേർട്ടുകൾ എടുക്കുക. ആ എഫേർട്ട് തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന സന്തോഷത്തോടെയുള്ള പരിശ്രമങ്ങൾ. ആ പരിശ്രമങ്ങൾക്ക് നമുക്ക് വിളിക്കാവുന്നൊരു പേര് ത്യാഗം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ത്യാഗത്തോടെ നമുക്ക് ഒരുങ്ങാം. അത് തന്നെ വേദനിപ്പിച്ചിട്ടല്ല, മറിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ ഈ ക്രിസ്മസ് നമുക്ക് അനുഭവമാക്കാൻ സാധിക്കട്ടെ. അപ്പം അനുഭവങ്ങൾ ഉണ്ടാകാൻ പരിശ്രമങ്ങൾ വേണം. പരിശ്രമങ്ങൾ ഉണ്ടാകാൻ തീർച്ചയായിട്ടും ചില ത്യാഗങ്ങൾ വേണം. ആ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ ഉള്ളിൽ ചില സ്നേഹങ്ങൾ ഉണ്ടാവണം. സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പം ഈ ക്രിസ്മസും നമുക്ക് അനുഭവമാക്കാമേ. അപ്പോൾ പരിശ്രമിക്കുകയല്ലേ, നമുക്ക് ഒരുമിച്ച് ഈ ക്രിസ്മസ് അനുഭവമാക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.